ഹായ് എവ്രി വൺ. ഞങ്ങളെല്ലാവരും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ 2017-19 ബാച്ചിലർ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ എഫ് സാറിനെ കാണാൻ വന്നതാണ്. മൈസെൽഫ് റുഷ്ദ ഹസീന. ഞാനിവിടെ 11th 12th 4th ബാച്ചിലെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ്റ്. 2 വർഷം ഇവിടെ പഠിച്ചു, പിന്നെ 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. JEE എഴുതി. ഇപ്പോൾ ഞാൻ NIT കാലിക്കറ്റിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. ഇൻഷാല്ല ജാനുവരിയിൽ ജോയിൻ ചെയ്യാൻ പോകും. എൻ്റെ പേര് ഹുസ്ന. ഞാനിവിടെ 2017-19 യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്. ഡയറക്റ്റ് നെക്സ്റ്റ് എക്സാം എഴുതിയിട്ട് നൈസർ ഭുവനേശ്വറിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. ഇപ്പോൾ ഇൻഷാല്ല ഞാൻ ചെയ്യുന്നത് മെറ്റീരിയൽ കെമിസ്ട്രിയിലാണ്. ഇനി ഫർദർ അടുത്ത വർഷം പ്ലേസ്മെൻറ്റ് നോക്കുന്നുണ്ട്. US PhD ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അതിനോട്ടുള്ളതാണ്. അപ്പോൾ ഞാനും MBBS താല്പര്യമായിട്ട് വന്നതാണ് ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ കോഴ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. പിന്നെ ബേസിക് സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തൊരു കോഴ്സാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണെന്ന് വിചാരിക്കുന്നു. ഹായ്, ഞാൻ ഹിബ. ഞാനും സെയിം ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് വന്നതെന്ന് പറഞ്ഞാൽ AFിനെ അറിയുന്നതുകൊണ്ടാണ്. എൻ്റെ ഉമ്മ AFിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഉമ്മ സുവോളജി പഠിക്കുന്ന സമയത്ത് AF അവിടെ പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ AFിനെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചേർന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് MBBS എന്താണോ, നീറ്റ് എന്താണോ, JEE എന്താണോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ വന്നതാണ്. MBBS തന്നെ വേണമെന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അംബീഷൻ ഒന്നും ഉണ്ടായിട്ട് വന്നതല്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡ് എന്താണ്, എങ്ങനെ പഠിക്കണം എല്ലാം ഞാൻ മനസ്സിലാക്കിയല്ല ഇവിടെ വന്നിട്ടാണ്. ഫസ്റ്റ് 2 കൊല്ലം ഞാൻ UPSC പഠിച്ചു, പിന്നെ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നീറ്റ് എഴുതിയിട്ട് ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. ഇപ്പോൾ ഞാൻ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. 3rd ഇയർ ഓൾമോസ്റ്റ് തീരാനായി, എക്സാമും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് നല്ല കോളേജാണ്. നമ്മൾ ഈ സൈഡിലുള്ള ആർക്കും അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി അധികം അറിയില്ല. എല്ലാവരും കോഴിക്കോടിനെ മറ്റും മാത്രമേ കേട്ടിട്ടുള്ളൂ. കോഴിക്കോട് നല്ല കോളേജ്, അതുപോലെ തന്നെ ബെസ്റ്റ് ആയ ഒരു കോളേജാണ് തിരുവനന്തപുരം. നിങ്ങൾ ഇപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് കുറേ പേര് അടുത്തുള്ള തൃശ്ശൂർ ഓപ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ദൂരമൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തുകൊണ്ടും അതിൻ്റേതായ ഒരു എക്സലൻസ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒന്ന് പഠിക്കുക. ഞാൻ ഹിത പറയും. ഇപ്പോൾ തിരുവനന്തപുരത്ത് കെമിസ്ട്രി മേജർ ചെയ്യാണ്, ഇൻ്റഗ്രേറ്റഡ് MSc. ഞാനും ഇപ്പോൾ ഇവരെ പോലെയൊക്കെ 10th കഴിഞ്ഞ് എൻ്റെ വീട്ടിലും ഇതേപോലെ എല്ലാവരും എൻട്രൻസ് ഒക്കെ എഴുതിയവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി ചേർന്നപ്പോഴാണ് ആക്ച്വലി ശരിക്കും എങ്ങനെയാണ് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെ പഠിക്കണം. അവിടെ ഒന്നും എനിക്ക് ഐസർ നൈസർ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്നും വലിയ അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഇവിടെ പഠിക്കാൻ പറ്റിയ പോലെയും ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റിയ പോലെയൊന്നും വേറെ എവിടെയും നമുക്ക് പറ്റില്ല. ഇവിടുത്തെ ഒരു ആംബിയൻസും സപ്പോർട്ടൊന്നും വേറെ എവിടുന്നും നമുക്ക് കിട്ടില്ല. അതെനിക്ക് ഇവിടുന്ന് പോയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. ഞാൻ നസ്ല. ഞാനിപ്പം ബാച്ചിലേഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി 3rd ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഒരേ ആംബിഷനോട് കൂടി പഠിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഓരോ ഭാഗത്താണ് ഓരോ ആൾക്കാരുള്ളത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഒരാൾ ലോ ആണ്, ഒരാൾ ഹൈ ആണ്, അതൊന്നുമല്ല. എല്ലാവരും ഒരേ ആംബിഷനോട് കൂടി പഠിക്കുക. മാക്സിമം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിലെത്താൻ പറ്റുന്ന അതിന് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് എന്താ പറയുക, യു വിൽ റീച്ച് ദർ ആൻഡ് എവറിത്തിങ് വിൽ ബി ഫോർ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ 2019 ഇവിടുന്ന് +2 കഴിഞ്ഞ് പോയതാണ്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതും AFിനെ കാണുന്നതും. ഞാൻ അന്ന് കണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ലൈബ്രറി കണ്ടു, ഓഡിറ്റോറിയത്തിൽ പോയി. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡിയോ കോംപ്ലക്സിലാണുള്ളത്. എല്ലാം കൊണ്ടും യൂണിവേഴ്സിൽ ആകെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ ആ പഠിച്ച ടൈമിലുള്ള യൂണിവേഴ്സിറ്റിയിലെ എല്ലാം. കൊറോണ ടൈമിലാണ് ഞങ്ങളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് കൊറോണ ആണെന്ന് കരുതിയിട്ട് ഇവിടുന്ന് ഒരു ഗ്യാപ്പും വന്നിട്ടില്ല പഠിത്തത്തിന്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലേണിംഗ്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഞങ്ങൾക്ക് എല്ലാ പഠിത്തത്തിനും എക്സാം ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് എല്ലാം അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ ഇവിടെ ഓൺലൈൻ നീറ്റ് ആൻഡ് JEE ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോ കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫുൾ ഫെസിലിറ്റീസ് ഉള്ള 4 സ്റ്റുഡിയോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പം ഒരെണ്ണത്തിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം കാണുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഇയർ മൊത്തം നമ്മളിവിടെ ഉള്ള സമയത്ത് എപ്പോഴും നമ്മളിവിടെ നിന്ന് പഠിത്തത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ സ്ട്രെസ് ഉണ്ടായിരിക്കും. ഹോൾ ഇയർ അതിൻ്റെ ഒരു സ്ട്രെസ് എന്തായാലും നമുക്കുണ്ടായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് യൂണിഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ദിവസം വരുമ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി മൊമെൻ്റ്, ഒരു ഹാപ്പി ഡേ, ഒരു സ്ട്രെസ് റിലീഫൊക്കെയാണ്.
നമ്മൾ കുറേ ദിവസത്തെ പ്രാക്ടീസ് ഒന്നും വേണ്ട, ഒരു കുറച്ച് ദിവസം കൂടിപ്പോയ ഒരു 1 വീക്കിൽ ഓരോ മണിക്കൂറൊക്കെ ആവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് 3 യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെമ്മറിയാണ്. യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറയുമ്പോൾ രാവിലെ നമുക്ക് മൊത്തത്തിലൊരു മോട്ടിവേഷൻ, ആ ഒരു വൈബായിരിക്കും. ഇവിടുന്ന് പോയി അലൂമിനീസ് വരുന്നു, സംസാരിക്കുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു നമ്മളെല്ലാവരും ഓരോ അംബിഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും എത്താൻ വേണ്ടി, ഒരു നല്ല പൊസിഷനിൽ എത്താൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര ഉള്ളുന്നൊരു ഇത് വരാറുണ്ട്. അതൊക്കെ വരും. പിന്നെ ഈവനിങ് സമയത്തൊക്കെ പിന്നെ ആയിക്കഴിഞ്ഞാൽ മൊത്തം കൾച്ചറൽ ഇവൻസും പരിപാടികളും നല്ല രസമാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എനർജി ആയിരിക്കും. ലാസ്റ്റ് 2019 യൂണിവേഴ്സിറ്റി നടന്നിട്ട് പിന്നെ ഈ കൊല്ലാണ് നടന്നത്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. UPSC ചേർന്നത് ആക്ച്വലി എനിക്കൊരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് തോന്നി. കാരണം ഞാൻ പറഞ്ഞില്ല, വീട്ടിലെല്ലാവരും എൻട്രൻസ് ഒക്കെ എഴുതിയിരുന്നു, പക്ഷെ നമുക്കറിയില്ല ഇതിങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ പഠിക്കേണ്ടതെന്നും അതൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഒരറിവ് കിട്ടിയത്. എല്ലാവരും വിചാരിക്കും എന്തിനപ്പം തന്നെ +1 +2 ചെയ്യണം, ചിലവരൊക്കെ സാധാ സ്കൂളിൽ വന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചേർന്നാൽ മതി അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, ഇവിടെ തന്നെ നമുക്ക് എല്ലാം കിട്ടുന്നു. ഇപ്പോൾ യൂണിഫെസ്റ്റ് പോലെയുള്ള പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ +1 പിന്നെ ഞങ്ങൾ ടൂർ പോയിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ AF ഞങ്ങളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണിക്കാനും NIT കാലിക്കറ്റൊക്കെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ഒരിക്കലും UPSC ചേർന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് സ്ട്രെസ്സാവും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് നല്ല ഇതിൽ തന്നെ പഠിച്ചു, ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാതിരുന്നിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല ബേസിക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സലിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് അഡ്വാൻസ് ചെയ്യുക. എല്ലാ രീതിയിലും ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസിനും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അതെല്ലാം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. പിന്നെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിത്തത്തിൽ മാത്രമല്ല, നമ്മളെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, അതിനായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ ആശംസകളും. താങ്ക് യു.